ആളെന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നാണം കുണിങ്ങാന്നല്ല അറിയാം. ഇപ്പം അവിടെ ചെന്നപ്പോൾ ലൈക്ക് കല്യാണ മത്സരം നിന്നപ്പോൾ ഹി വാസ് ഡിഫറെൻറ്റ് പേഴ്സണലി. ഞാൻ ഓൾസോ നാണം കുണിങ്ങായിട്ട് അവിടെ നിൽക്കും. നോ ലൈക്ക് ഹി വാസ് ഇൻ ടു ലൈക്ക് ലാഫിങ് ആൻഡ് എവറിത്തിങ്. ഞാൻ നാണം കുണിങ്ങായിട്ട് നിൽക്കുകയാണ്. ക്യാരക്ടർ വൈസ് ഒത്തിരി എളിമയുള്ള ആണ്. ഞാനാണെങ്കിൽ എന്നെ ഇങ്ങനെ തുറന്നെടുത്ത് പറയും. എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നൊക്കെ പറയാം. ഞങ്ങളുടെ വീഡിയോ കോൾ കഴിഞ്ഞ് 1 മാസം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓണത്തിൻ്റെ സമയത്ത് അവർക്ക് ലീവ് ഉണ്ടായിരുന്നു. ബഹ്റൈനിലായിരുന്നു എല്ലാവരും. അപ്പോൾ അവർക്ക് ഓണവും ഈദും ഒക്കെ വന്നപ്പോൾ 3 ദിവസം ലീവ് കിട്ടി. അപ്പോൾ ആദ്യം ഡൽഹി വന്നു. ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നത്. വന്നു, കണ്ടു. ആൻഡ് ദെൻ ഹി കെയിം ടു കേരള. ഇവിടെ വീട്ടിൽ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ്. ഞങ്ങൾ കുറേ നാളായിട്ട് കല്യാണമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് എക്സൈറ്റഡ്. വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ലൈക്ക് ടിൽ ദ ടൈം ഹിസ് കാർ കെയിം ഡൗൺ സ്റ്റേഴ്സ് ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ് ഹി ഈസ് കമ്മിങ്. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് ആള് വന്നു. ആദ്യമേ എന്നെ കണ്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൂൾ ഡൗൺ ആയി. tout près de la place où tes pieds passent, cachés dans les trous dans ton hiver, et quand tu es abandonné. പാട്ട് പാടാനൊക്കെ ഇഷ്ടമുള്ളതാണ്. എവിടെയെങ്കിലും ചില പരിപാടികൾക്കൊക്കെ പോകാനും സ്കൂളിലെ കോമ്പറ്റീഷൻ ആണെങ്കിലും ഒക്കെ പാട്ട് സംബന്ധമായ ഡാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അവൾ വളരെ ആക്റ്റീവായിരിക്കും. അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരുപാട് വില്ലിങ്നെസ് കാണിച്ചുകൊണ്ട് പോകും. അല്പമെങ്കിലും ഞങ്ങളെ പുറകോട്ട് വലിച്ചിട്ടുള്ളൂ. അവൾക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് പെണ്ണ് കാണുന്നത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ആയിരുന്നു. ലൈക്ക് വിൽ ഗോ ടുഗെദർ, ദിസ് ഇസ് ഫൈനൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടൊക്കെ ഓക്കെ ദിസ് ഇസ് എ വെഡിങ് ഡേ, എന്തൊക്കെ ചെയ്യണം, നമുക്ക് മനസ്സമ്മതത്തിന് ഇങ്ങനെ ചെയ്യാം, കല്യാണത്തിന് ഇങ്ങനെ ചെയ്യാം. ഞാൻ അതൊക്കെ പറഞ്ഞായിരുന്നു. ലൈക്ക് ഇപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടുമുട്ടിയ ഞാൻ പറഞ്ഞത് നമ്മൾ ഷൂട്ട് ചെയ്യിപ്പിക്കണം. സോ ഹി റിമെമ്പേർഡ് ദാറ്റ്. ഇപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഓൾസോ the photographer asked me for that first look. എന്നെക്കാളും അറ്റാച്ച്മെൻറ്റ് അവൾക്ക് എനിക്ക് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഞാൻ അവളോട് ഉപദേശിക്കാറുള്ളതും പറയാറുള്ളതും. കാര്യം അവൾക്ക് ആണ് ഇപ്പോൾ കൂടുതൽ ടെൻഷൻ, ആൽഫയെക്കുറിച്ചുള്ള ടെൻഷനാണ്. അപ്പം അവൾ എത്രമാത്രം അടുത്ത് നിൽക്കുന്നുണ്ടോ അത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടും.